ഏഫോദ് അന്വേഷിക്കുകയാണ്, പ്രേയർ ഗാർമെന്റ്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യയിൽ പ്രാർത്ഥനാ മുറി അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? വാക്യം 8. ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കണമോ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവം പറയാണ്, പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും നീ വീണ്ടു കൊള്ളും. ദാവീദ് ചോദിക്കുന്നു, ദൈവമേ, ഞാൻ ഇതിന്റെ പുറകെ നിൽക്കണോ? ഞാൻ ഇനി എക്സാം എഴുതണോ? ഞാൻ ഇനിയും ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ? ഞാൻ ഇനിയും ബയോഡാറ്റ കൊടുക്കണോ? ഞാൻ ഇനിയും ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കണോ? ഞാൻ ഇനിയും മുന്നോട്ട് പോണോ? എനിക്കറിഞ്ഞൂടാ. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. പിന്തുടരണോ? എത്തിപ്പിടിക്കുമോ? എന്നെ കൊണ്ട് ഇത് സാധ്യമാണോ എന്ന് ദാവീദ് ചോദിക്കുമ്പോ, ഇത് നീ ദൈവത്തോടാ ചോദിച്ചെങ്കിൽ നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും. നിങ്ങളെല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് 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 ബലമില്ലാതായി കിടക്കുമ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടി നീ കാതോർത്താൽ, പ്രാർത്ഥനയുടെ ഏഫോദ് നീ അന്വേഷിച്ചാൽ, നീ കാണാത്ത വഴി ഇന്ന് പകൽ ദൈവം നിന്നെ കാണിക്കും.